നമസ്കാരം. CPIM-ന്റെ ദയനീയമായ പരാജയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിലയിരുത്തലുകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു. പാർട്ടി ഗ്രാമങ്ങളിലെ CPIM പ്രവർത്തകർ പോലും വർഗശത്രുവിന് വോട്ട് ചെയ്തു. അവരൊക്കെ ഒരുമിച്ച് വോട്ട് ചെയ്തത് പാർട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ്. പിണറായിയുടെ ഔദാര്യം കൈപ്പറ്റി ജീവിക്കുന്നവരും പാർട്ടിയെ ഹൈജാക്ക് ചെയ്തപ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആകെ മനം നൊന്ത് അവർക്കെതിരെ വോട്ട് ചെയ്ത് തോൽപ്പിച്ച വാർത്തയാണ് നമ്മൾ കണ്ടത്. നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ വിലാപമായി കുഞ്ഞികൃഷ്ണൻ്റെയും TK ഗോവിന്ദൻ്റെയും പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. സംസ്ഥാന വ്യാപകമായി നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നു. നാട്ടികയിൽ CC മുകുന്ദനും ഈ ചേരിയുടെ ഭാഗമാവേണ്ടതായിരുന്നു. എന്നാൽ TN പ്രതാപൻ ഉടക്ക് വെച്ചതുകൊണ്ട് മാത്രം CC മുകുന്ദന് BJP-യിൽ പോവേണ്ടി വന്നു. CC മുകുന്ദനെ കൂടി ഈ കമ്മ്യൂണിസ്റ്റ് പുനരൈക്യത്തിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ TN പ്രതാപനും മുകുന്ദനും കൂടി ജയിച്ച് സീറ്റ് 104 ആകുമായിരുന്നു. ഒരുപക്ഷെ തൃശ്ശൂരിൽ കൂടുതൽ സീറ്റ് ലഭിക്കുന്ന സാഹചര്യവും രൂപപ്പെടുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ രൂപേഷ് പന്യൻ്റെ 2 ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോവാൻ. രൂപേഷ് പന്യൻ ഒരു എഴുത്തുകാരനാണ്, അഭിഭാഷകനാണ്. എന്നാൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവി വരെ വഹിച്ച മുൻ MP കൂടിയായ ആദർശധീരനായ, അതായത് അന്യം നിന്ന് പോവാത്ത പഴയ കമ്മ്യൂണിസത്തെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന പന്യൻ രവീന്ദ്രൻ്റെ മകനാണ്. ദാരിദ്ര്യത്തെയും ലാളിത്യത്തെയും ഒക്കെ മുറുകെ പിടിക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് പന്യൻ രവീന്ദ്രൻ. പന്യൻ രവീന്ദ്രൻ്റെ മകൻ രൂപേഷ് പന്യൻ ഇടയ്ക്കിടെ പിണറായി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ വഞ്ചിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എഴുതുന്നയാളാണ്. പിണറായിസ്റ്റ് ഭീകരതയുടെ തകർച്ചയ്ക്ക് ശേഷം രൂപേഷ് 2 പോസ്റ്റുകളാണ് ഇട്ടത്. നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആശ്വാസത്തിൻ്റെയും ആശങ്കയുടെയും വേദനയുടെയും വാക്കുകളായി നമ്മൾ അത് കേൾക്കുന്നത് ഉചിതമാവും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടനെയായിരുന്നു ആദ്യ പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. തുടർഭരണം തുളവീണ കിനാവ് പോലെ അസ്തമിച്ചു. അധികാരത്തിൻ്റെ അധിക സുഖം നുകർന്നവരും ഭരണത്തിൻ്റെ അരികുപറ്റി നിന്നവരും അസ്തമിച്ച ആ കിനാവിൻ്റെ പടവുകളിൽ നിന്നിറങ്ങി വരാൻ ഇനിയും സമയമെടുക്കും. ഇനിയുള്ള കാലം കിനാവ് കണ്ട് കാത്തിരിക്കാനാവാത്തവർ പുതിയ കൂടാരങ്ങൾ തേടിപ്പോകും. ചായം മുഖ്യ കമ്മ്യൂണിസ്റ്റുകൾ കോലം മാറി പുതിയ ലാവണങ്ങൾ തേടിപ്പോകും. അദ്ദേഹം പറയണ, അധികാരം ആസ്വദിച്ച് സുഖിച്ചു ജീവിച്ചവർ അവർ ഞെട്ടലിലാണ്. അവർ പുതിയ ലാവണങ്ങൾ തേടിപ്പോകും. അവർക്ക് അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവർ ചായം മുഖ്യ കമ്മ്യൂണിസ്റ്റുകളാണ്. ചായം തേക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ കോലം മാറാതെ കാലം സാക്ഷിയായി എന്നും ഇവിടെ ഉണ്ടാകും. നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും വിഷയമില്ല, അവരിവിടെ ഉണ്ടാവും. അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ ആവോളം രുചിച്ചവർക്കൊരിക്കലും മുങ്ങിയ വള്ളത്തിൽ ഞാന്നു പിടിച്ച് മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ മുമ്പിൽ നിന്ന് അധികാരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരായവർ അവർക്ക് മുങ്ങുന്ന വള്ളത്തിൽ ഞാന്നു പിടിച്ച് കിടക്കാൻ കഴിയില്ല. അവർ എവിടേക്കെങ്കിലും ഓടിപ്പോകും. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വെറും ഒരു കമ്മോഡിറ്റി മാത്രമാണ്. അധികാരത്തിനും ആർഭാടങ്ങൾക്കുമായി അവർ കണ്ടെത്തിയ ഒരു കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റിക്ക് മൂല്യമില്ലാതാകുമ്പോൾ അവർ പുതിയ കമ്മോഡിറ്റി തേടിപ്പോകും. അധികാരവും അധിക സുഖവും കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയവരല്ല സാധാരണ സഖാക്കൾ. അതുകൊണ്ട് തന്നെ അവർ എന്നും കമ്മ്യൂണിസ്റ്റായി ഇവിടെ തന്നെ ഉണ്ടാകും. ബീക്കൺ ലൈറ്റ് ഇട്ട് പരിവാര സമേതം റോഡിലൂടെ കുതിച്ചു പായാൻ അധികാരത്തിന് തലപ്പാവ് മാത്രം മതി. പക്ഷെ ജനമനസ്സിൽ കുതിച്ചു പായാൻ അവരുടെ കിതപ്പ് മാറ്റാനുള്ള കരുതലാണ് വേണ്ടത്. ആ കരുതൽ പോലും വിളിച്ചു പറയാൻ കോടികൾ മുടക്കിയുള്ള ആഘോഷം നടത്തിയപ്പോൾ കോരിത്തരിച്ചത് ആഘോഷം നടത്തിയവർ മാത്രമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകളും വൈദ്യുതി ചാർജുമൊക്കെ കുതിച്ചുയർന്ന് താളം തെറ്റിയ ജീവിതവുമായി സാധാരണക്കാർ പകച്ചു നിൽക്കുമ്പോൾ കോടികൾ മുടക്കിയുള്ള സംഗമങ്ങൾ നടത്തി പ്രമാണിമാരെയും പ്രമുഖരെയും സൽക്കരിക്കുകയായിരുന്നു നമ്മൾ. ജന്മിത്വത്തിനെതിരെ പടനയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് പ്രമാണിമാരെന്നും പ്രമുഖരെന്നുമുള്ള തലപ്പാവുകളിട്ട് മനുഷ്യരെ പല തട്ടുകളാക്കി മാറ്റിയപ്പോൾ നിറം മങ്ങിപ്പോയത് സാധാരണക്കാരുടെ പ്രതീക്ഷയ്ക്കാണ്. തോറ്റതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. തോൽക്കാനിടയാക്കിയ കാരണങ്ങളാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. തിരുത്താനായി വഴികാട്ടിത്തന്ന ജനത്തോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. അധികാരമല്ല നമ്മളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. അധികാരം നോക്കി കമ്മ്യൂണിസ്റ്റ് ആയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയെന്നത് മാത്രമാണ് ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റിനെ വേദനിപ്പിക്കുന്നത്. ലാൽ സലാം. അതിമനോഹരമായൊരു കവിത പോലെ രൂപേഷ് എഴുതിയത് ഈ തോൽവിയിൽ എത്രമാത്രം സന്തോഷിക്കുന്നു എന്നാണ്. ഈ തോൽവിയിൽ തിരുത്താൻ വേണ്ടി നെഞ്ചുറപ്പോടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ്. ചായം തേച്ച കമ്മ്യൂണിസ്റ്റുകൾ ഓടി രക്ഷപ്പെടുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പച്ചത്തീരത്തെ അവർ ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ പോസ്റ്റ് ഇട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രൂപേഷിനെ കുറച്ചുകൂടി പറയാൻ ബാക്കിയുണ്ടെന്ന് തോന്നി. രൂപേഷ് ഇങ്ങനെ എഴുതി: സ്വപ്നങ്ങളുടെ യാത്രയ്ക്കെന്നും കൂട്ട് ആശകളും മോഹങ്ങളും മാത്രമാണ്. ആശകൾ നിരാശകളായും മോഹങ്ങൾ വ്യാമോഹങ്ങളായി മാറുമ്പോഴാണ് സ്വപ്നങ്ങൾ വെറും പകൽക്കിനാവുകൾ മാത്രമായി ചിറകറ്റ് വീഴുന്നത്.
ബീക്കൺ ലൈറ്റിൻ്റെ പേടിപ്പെടുത്തുന്ന സൈറണുകളും അകമ്പടി വാഹനങ്ങളുടെ ഭയപ്പെടുത്തലുമായി കുതിച്ചു പായാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ ഒരു കേരളം എന്നത് നായനാരെയും അച്യുതമേനോനെയും കണ്ടു പരിചയിച്ചവർക്ക് വെറുമൊരു സ്വപ്നമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റാണ് ഭരിക്കുന്നത് എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാകേണ്ട ഒന്നായിരുന്നു അതെങ്കിലും ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായി അത് മാറുകയായിരുന്നു. നായനാരും അച്യുതമേനോനുമൊക്കെ ഭരിച്ചിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നായിരുന്നു ബീക്കൺ ലൈറ്റിട്ടുള്ള മന്ത്രിമാരുടെ നെട്ടോട്ടമില്ലായ്മ. അതും വെറുമൊരു സ്വപ്നമായി മാറി ഈ ഭരണകാലത്ത്. നവകേരള സദസ്സ് എന്ന നക്ഷത്ര സദസ്സിലേക്ക് പ്രമാണിമാരും പ്രമുഖരും ഒഴുകിയെത്തിയപ്പോൾ ഒലിച്ചുപോയത് നികുതി പണവും നിലച്ചുപോയത് സ്വപ്നത്തിൽ കോർത്ത കമ്മ്യൂണിസ്റ്റ് പ്രതീക്ഷകളുമായിരുന്നു. പാവപ്പെട്ടവരുടെ വിയർപ്പൊപ്പാനുള്ള തൂവാലകളാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നുള്ള ചിന്തകൾ മറന്ന് ആഡംബരങ്ങളും ആർഭാടങ്ങളും നിറഞ്ഞ സദസ്സുകളും സംഗമങ്ങളും നടത്തുമ്പോൾ മറുഭാഗത്ത് കണ്ണീർ മഴയായി ആശമാരും ആശയറ്റവരും പ്രതീക്ഷയറ്റവരായി തെരുവോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തൊഴിലാളികൾക്ക് പകരം മുതലാളിമാർ സമരം ചെയ്യുന്ന ഒരു കാലമാകണം കമ്മ്യൂണിസ്റ്റ് കാലമെന്ന് ചിന്തിച്ചതും ഒരു പാഴ്ചിന്ത മാത്രമായി അസ്തമിക്കുകയായിരുന്നു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു കാലം സൃഷ്ടിക്കുമ്പോഴും കുതിച്ചുയർന്നു നിൽക്കുന്ന വൈദ്യുതി ചാർജ് പേടിച്ച് സ്വിച്ച് ഇടാൻ ഭയന്ന് അറച്ചു നിൽക്കുകയായിരുന്നു സാധാരണക്കാർ. വിലക്കയറ്റം കൊണ്ടും മറ്റും വിതുമ്പി നിൽക്കുന്നവരെ മറന്ന് വിരമിച്ചവർക്കും വിധേയത്വം കാണിച്ചവർക്കുമായി സർക്കാർ ജോലികൾ നൽകുകയും സ്ഥാനമാനങ്ങൾ നൽകിയും മറ്റും ഭരണം ചലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തകർന്നു വീണത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല, മാവേലി നാട് സ്വപ്നം കണ്ട സാധാരണക്കാരൻ്റെ പ്രതീക്ഷകളാണ്. ഭരണപക്ഷത്തായതുകൊണ്ട് ഭരണത്തിന് ഹല്ലേലൂയ പാടുന്നവർ മാത്രമായി മാറേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. തെറ്റ് കണ്ടാൽ പ്രതിപക്ഷത്തെക്കാൾ തീവ്രമായി വിളിച്ചു പറയേണ്ടവരാ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. ആ വിളിച്ചു പറയലുകളെ വിരൽ ചൂണ്ടി അകറ്റി നിർത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റിയപ്പോൾ ഹല്ലേലൂയ പാടുന്നവരുടെ താരാട്ടു തൊട്ടിലായി മാറുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തിരുത്താനായി വോട്ട് ചെയ്തത് ന്യൂനപക്ഷവും ഭൂരിപക്ഷവുമല്ല. ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലുമുള്ള ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ്. സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ ഉറവ ഏതെന്നറിയാത്തവർ മാറി. മനുഷ്യരെ തിരിച്ചറിയുന്നവർ നേതൃനിരയിലെത്തിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് അക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന വെറും ഒരു വാക്കായി മാത്രം മാറും. അങ്ങനെയാകാൻ ഒരു മലയാളിയും ആഗ്രഹിക്കില്ല. തിരുത്തും തിരിച്ചു വരും. കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റൊന്നാകാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കാവില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വൈകാരികമായ പോസ്റ്റ്. വാസ്തവത്തിൽ രണ്ട് പോസ്റ്റുകളും കണ്ട് രൂപേഷ് പന്യൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിഞ്ഞു. അതൊരു അത്ഭുതവും എനിക്കില്ല. പന്യൻ രവീന്ദ്രൻ എന്ന രൂപേഷിൻ്റെ പിതാവിനെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ളവർ, ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുള്ളവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളോട് ആദരവും സ്നേഹവുമുള്ളവരാവും. നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ലോകം നന്നാവണമെന്ന് മോഹിക്കുന്ന പച്ച മനുഷ്യരാണ് അവരൊക്കെ. അവരായിരുന്നു 10 വർഷം നീണ്ട ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ പരാജയപ്പെട്ടത്. അവരായിരുന്നു ഈ ദുരന്തത്തിൽ ഏറ്റവും അധികം വേദനിച്ചത്. അവരായിരുന്നു പിണറായിസ്റ്റ് ഭീകരതയ്ക്കെതിരെ വലിയ വായിൽ ഞാൻ ഒച്ചയുണ്ടാക്കുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചത്. അവരൊക്കെയാണ് ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോയി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ആഞ്ഞുകുത്തി ഈ ഭീകരത അവസാനിപ്പിച്ചത്. അങ്ങനെ അവസാനിപ്പിച്ചവർക്കുള്ള നന്ദി വാക്കാണ് രൂപേഷ് പന്യൻ്റെ ഈ സുന്ദര വാക്കുകൾ.